ഓക്കെ ഓക്കെ വിസിബിൾ ആണല്ലോ അല്ലേ സ്ക്രീൻ? ശരി, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസിന്റെ എൻട്രി മോഡ്സിനെ പറ്റി പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് കണ്ടു. അതേസമയം ഇന്റർനാഷണൽ ബിസിനസ്സിനെ പറ്റി ഒരു ഓവർവ്യൂ തരികയും അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ഇന്റർനാഷണൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇന്റർനാഷണലൈസേഷനെ പറ്റി പറഞ്ഞു. അതുകൂടാതെ പിന്നീട് നമ്മൾ കണ്ടത് ലൈക്ക് ഡിഫറെൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞ എത്നോസെൻട്രിക് അപ്രോച്ചുകൾ, അതേപോലെ അങ്ങനെ ഡിഫറെൻറ്റ് അപ്രോച്ച്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക്, ജിയോസെൻട്രിക്, ഈ അപ്രോച്ചുകളെ പറ്റിയും പിന്നീട് ലെവൽസ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് കമ്പനി, ദെൻ ഇന്റർനാഷണൽ കമ്പനി, അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷനെ പറ്റിയും അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് ഇക്കണോമിക് ഇൻ്റഗ്രേഷനെ പറ്റിയാണ്. ഇതിന് ഏതെങ്കിലും ലെക്ചർ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പറയണേ. അതിനകത്ത് എനിക്ക് തോന്നുന്നു 2 ലെക്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കുറച്ച് ദിവസങ്ങളായതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഇത് കഴിഞ്ഞ് ഏതെങ്കിലും ലെക്ചർ കിട്ടിയിട്ടില്ലെങ്കിൽ. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. മോഡ്സ് ഓഫ് എൻട്രിയിൽ എൻട്രി മോഡ്സിനെ ബ്രോഡ്ലി നമുക്ക് എക്സ്പോർട്ട് എൻട്രി മോഡ്സ് എന്നും ദെൻ കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എൻട്രി മോഡ്സ് എന്ന് പറയും. ഇത് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ്, അതായത് ടോപ്പിക്സ് ഒന്നുകൂടി പറയും. അതിൻ്റെ PPT ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിനുശേഷം ഒന്ന് നോക്കിയിട്ട് ഏത് ടോപ്പിക്കാണ് കവർ ചെയ്തിട്ടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞാൽ മതി, നമുക്കത് റീടേക്ക് ചെയ്യാം. ഓക്കെ, സോ എക്സ്പോർട്ട് എൻട്രി മോഡ്, ദെൻ കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ്, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് എൻട്രി മോഡ്സ്. ആ ഒരു ബേസിക് കാറ്റഗറൈസേഷനിൽ തന്നെയുണ്ട്. ഒന്ന് ഏറ്റവും ബേസിക് ലെവലിൽ ഇപ്പോൾ നമ്മൾ എത്നോസെൻട്രിസം ആണ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ, എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക് കൺട്രിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എക്സസീവ് പ്രൊഡക്ഷൻ വരുന്ന സിറ്റുവേഷനിൽ മാത്രം നമ്മളത് ഫോറിൻ മാർക്കറ്റിലേക്ക് സെല് ചെയ്യുന്നു. അതാണ് എത്നോസെൻട്രിക്. മീൻസ് നമ്മളുടെ കോൺസെൻട്രേഷൻ ഈസ് പ്യൂർലി ഓൺ ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതും എല്ലാ രീതിയിലും നമ്മളുടെ ഡൊമസ്റ്റിക് അപ്രോച്ചുകൾ തന്നെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അതെങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ഫോറിൻ മാർക്കറ്റിനെ പറ്റി അധികം ചിന്തിക്കുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മളുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൂടുതൽ വിറ്റഴിക്കുക. അതേസമയം സെയിം കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് തന്നെയാണ്. ദെൻ രണ്ടാമത് കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ്. കോൺട്രാക്ച്വൽ എൻട്രി മോഡ്സ് എന്ന് പറയുമ്പോൾ മേ ബി ഇപ്പോൾ ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് പറയാം? അതായത് ബൈ ടേക്കിംഗ് കോൺട്രാക്ട്സ്. അതാണ് ഏറ്റവും സിമ്പിൾ മീനിങ്. അതായത് ഫോറിൻ എൻറ്റിറ്റീസ് നമ്മളിപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഫ്രാഞ്ചൈസിങ് വഴി അല്ലെങ്കിൽ ലൈസൻസിങ് എഗ്രിമെന്റ് വഴി ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യുവാണ്. ആ സാഹചര്യങ്ങളൊക്കെ കോൺട്രാക്ട് എൻട്രി മോഡ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എൻട്രി മോഡ്സ്. ഇൻവെസ്റ്റ്മെന്റ് എൻട്രി മോഡിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ജോയിന്റ് വെഞ്ചറിലും അതേപോലെ FDI പോലുള്ള കൺസെപ്റ്റുകളിലായിരിക്കും കേട്ടോ. എനിവേ, നമുക്കതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യത്തെ മോഡ് ഓഫ് എൻട്രി ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? When an organization produces their product in their home market and then sells them to customers overseas. അതായത് ഇവിടെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹോം മാർക്കറ്റിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ്റെ നോർമൽ സിറ്റുവേഷനിൽ എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. എന്നാലും ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് നമ്മളുടെ രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്നു. അതിനുശേഷം ഏറ്റവും ബേസിക് എൻട്രി മോഡായിട്ടുള്ള എക്സ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ നമ്മൾ ഫോറിൻ കസ്റ്റമേഴ്സിന് എക്സ്പോർട്ടിംഗ് വഴി സെല് ചെയ്യുന്നു. ഇതാണ് ഡയറക്റ്റ് എക്സ്പോർട്ട്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഡയറക്റ്റ് എക്സ്പോർട്ട് സിമ്പിൾ കൺസെപ്റ്റ് ആണ്, എക്സ്പോർട്ടിംഗ് എന്ന് നമ്മൾ പറയും. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ ഫോറിൻ മാർക്കറ്റിൽ വിൽക്കണം, ഏതൊക്കെ കസ്റ്റമേഴ്സിന് സെല് ചെയ്യണം എന്നുള്ളതിൽ കമ്പനിക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവും. സോ കൺട്രോൾ ഓവർ selection of foreign markets and choice of foreign representative companies. Good information feedback from the target market. ബിക്കോസ് നമ്മൾ തന്നെ സെല് ചെയ്യുന്നത് ഇന്റർമീഡിയറി വഴിയല്ല. ബിക്കോസ് എക്സ്പോർട്ടിങ് 2 രീതിയിലാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും, 2 ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും. ഡയറക്റ്റ് എക്സ്പോർട്ടിങ് നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ്, അതായത് നമ്മളുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഫോറിൻ മാർക്കറ്റിലെ ബയേഴ്സിന് സെല് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, റൈറ്റ്? അതാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. അതേസമയം ഒരു ഇന്റർമീഡിയറി വഴിയാണ് നമ്മളിത് സെല് ചെയ്യുന്നതെങ്കിൽ,
അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ആണ്, ഒന്നാമതായിട്ട് നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവും. അതേപോലെ ഗുഡ് ഇൻഫർമേഷൻ ഫീഡ്ബാക്ക് ഫ്രം ടാർഗറ്റ് മാർക്കറ്റിൽ അവർക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായോ ഇല്ലയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യസമയത്ത് അറിയാൻ സാധിക്കും. ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്ക് പേറ്റന്റ് ഗുഡ് വിൽ ആൻഡ് അതർ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി. നമുക്കവിടെ ഒരു തേർഡ് പാർട്ടി, ഒരു ഇന്റർമീഡിയറി ഇല്ല. അങ്ങനെ ഒരു ഇന്റർമീഡിയറി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഗുഡ് വിൽ ആയാലും കോപ്പിറൈറ്റ് ആയാലും പേറ്റന്റ് ആയാലും പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അത് നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നില്ല. വേറാസ് നമ്മൾ ഈ മുമ്പ് കണ്ട ഇപ്പോൾ ഫ്രാഞ്ചൈസിങ്ങോ ലൈസൻസിങ്ങോ ഒക്കെ ആണെങ്കിൽ അവിടെ ഈ പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഷെയർ ചെയ്യപ്പെടുകയാണ്. അത് ഷെയർ ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി നമുക്ക് അവിടെ ഒരു ഈ ഷെയർ ചെയ്യുന്നത് വഴി ഉള്ള ഡിഫിക്കൽട്ടീസ്. ഓക്കെ, നമ്മളുടെ റെപ്യൂട്ടേഷൻ മറ്റൊരാൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതൊന്നും ഒരു ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിലില്ല. ദെൻ പൊട്ടൻഷ്യലി ഗ്രേറ്റർ സെയിൽസ് ദാൻ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്. നമ്മൾ ഡയറക്റ്റ്ലി സെല് ചെയ്യുമ്പോൾ അതിൽ നിന്നും ബെറ്റർ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാകാം. ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിലേക്ക് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അൻ ഓർഗനൈസേഷൻ സെൽസ് ദെയർ പ്രോഡക്റ്റ് ടു എ തേർഡ് പാർട്ടി വിച്ച് ദെൻ സെൽസ് ദിസ് ഗുഡ്സ് വിത്തിൻ ദി ഫോറിൻ മാർക്കറ്റ്. അതായത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്കിവിടെ കാണാം. നമ്മളിപ്പോൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി എ ആണെന്ന് വിചാരിക്കാം. നമ്മൾ നമ്മളുടെ രാജ്യത്ത് തന്നെയുള്ള കമ്പനി ബിക്ക് സെല് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് ബി ആണ് ഫോറിൻ മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്. ഇതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്. അതായത് നമ്മൾ ഡയറക്റ്റ്ലി ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാതെ നമ്മളുടെ പ്രോഡക്റ്റ് ഒരു ഇന്റർമീഡിയറി വഴി ഫോറിൻ മാർക്കറ്റിൽ സെല് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഡയറക്റ്റ് എക്സ്പോർട്ടിങ് നമ്മൾ തന്നെ ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു എക്സ്പോർട്ട് വഴി. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് ആണെങ്കിൽ നമ്മളത് അതിന് വേണ്ടി ഫോറിൻ മാർക്കറ്റിൽ സെല് ചെയ്യാൻ വേണ്ടി തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുന്നു, മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. ഇതിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ്: ഫാസ്റ്റ് മാർക്കറ്റ് ആക്സസ്, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ. അതായത് ഫാസ്റ്റ് മാർക്കറ്റ് ആക്സസ് എന്ന് പറയാനുള്ള കാരണം നമുക്ക് വേണ്ടി ഒരു ഇന്റർമീഡിയറി ആണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഇന്റർമീഡിയർക്ക് ഫോറിൻ മാർക്കറ്റിൽ വ്യക്തമായ ധാരണ ഉണ്ടാവും. അവർക്ക് ആ മാർക്കറ്റിൽ സെല് ചെയ്യുന്ന അവർ ആ ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ എൻ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് അവർക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കും. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ. നമുക്ക് പ്രൊഡക്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. വേറെ എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. ലിറ്റിൽ ഓർ നോ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. നമ്മളുടെ ഭാഗത്തു നിന്നും ഡയറക്റ്റ്ലി എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല. ബിക്കോസ് നമുക്ക് വേണ്ടി അതെല്ലാം ചെയ്യുന്നത് നമ്മൾ മറ്റൊരു കമ്പനിക്ക് സെല്ല് ചെയ്യുകയാണ്. സാധാരണ ഡൊമസ്റ്റിക്കലി സെല്ല് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ഗുഡ്സ് മറ്റൊരു കമ്പനിക്ക് സെല്ല് ചെയ്യുന്നു. അവരാണ് ഈ ഫോറിൻ മാർക്കറ്റിലെ ഈ പറയുന്ന ഗുഡ്സ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, കമ്പനിയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ വളരെ കുറവാണ്. ദെൻ ദി മാനേജ്മെന്റ് ടീം ഈസ് നോട്ട് ഡിസ്ട്രാക്റ്റഡ്. ഇവിടെ നമ്മളുടെ മാനേജ്മെന്റ് ടീമിന് പൂർണ്ണമായിട്ടും എന്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാം? മാനേജ്മെന്റ് ആക്ടിവിറ്റീസിൽ. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിംഗിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അവർ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിൽ ഡിസ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ നോ ഡയറക്റ്റ് ഹാൻഡിൽ ഓഫ് എക്സ്പോർട്ട് പ്രോസസ്. ഇവിടെ ഒരു ഇന്റർമീഡിയറി വഴിയാണ് എക്സ്പോർട്ടിംഗ് പൂർണ്ണമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് അഡ്വാൻറ്റേജ്. അവിടെ നമ്മൾ ഡയറക്റ്റ്ലി ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒരു കമ്പാരിസൺ നമ്മൾ തന്നതാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്താണെന്ന്. സോ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ സെല് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ ഒരു ഇന്റർമീഡിയറി വഴി സെല് ചെയ്യുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസും പറഞ്ഞു. ഡിസഡ്വാൻറ്റേജ്: ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിനേക്കാൾ റിസ്ക് കൂടുതലാണ്. ബിക്കോസ് നമ്മളുടെ പ്രൊഡക്റ്റ് അവർ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുകയാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് മറ്റൊരു പാർട്ടിയാണ് ഫോറിൻ മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്. അത് കാരണം എന്ത് സംഭവിക്കാം? നമ്മുടെ റെപ്യൂട്ടേഷൻ ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ പേരിൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നു. അത് നമ്മുടെ റെപ്യൂട്ടേഷനും ഗുഡ്വില്ലും നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. ലിറ്റിൽ ഓർ നോ കൺട്രോൾ ഓവർ ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ് എക്സെട്ര ആസ് ഓപ്പോസിറ്റ് ടു ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ്. മാർക്കറ്റിങ്ങിലും സെയിൽസിലും ഡിസ്ട്രിബ്യൂഷനിലും ഒന്നും യാതൊരു ഡയറക്റ്റ് കൺട്രോളും ഇല്ല എന്നുള്ളത് മറ്റൊരു ഇഷ്യൂ ആണ്. ഇൻഎബിലിറ്റി ടു ലേൺ ഹൗ ടു ഓപ്പറേറ്റ് ഓവർസീസ്. അതായത് എങ്ങനെയാണ് ഓവർസീസ് ഓപ്പറേഷൻസ് നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി അറിയില്ല. ബിക്കോസ് വി ആർ നോട്ട് ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഇൻ ഫോറിൻ ട്രേഡ്. ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ. ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ കമ്പനി എ എന്ന് പറയുന്ന ഇന്ത്യയിൽ ബേസ് ആയിട്ടുള്ള കമ്പനി എ വിചാരിക്കുക. ഈ കമ്പനിക്ക് ഒരു ഫോറിൻ സബ്സിഡറി ഉണ്ടെന്ന് വിചാരിക്കുക. റൈറ്റ്, നമ്മളുടെ തന്നെ സബ്സിഡറി കമ്പനി എ
ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ USA. അപ്പോൾ നമ്മൾ നമ്മളുടെ കമ്പനിയിലേക്ക് തന്നെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതിനെ ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. നമ്മളുടെ ഓൺ കമ്പനി ആയിരിക്കണം എന്നില്ല, അതായത് നമ്മളുടെ സബ്സിഡറി ആകാം, ഹോൾഡിംഗ് കമ്പനി ആകാം, അങ്ങനെ ഇതേ ഐഡൻറ്റിറ്റിയിലുള്ള മറ്റൊരു കമ്പനിയിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതിനെ ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. സോ 3 ടേമുകൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പോർട്ട് പറഞ്ഞു, ദെൻ അതിൽ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്താണ്, അതേപോലെ ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് ടേം ഈസ് ലൈസൻസിങ്. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ അനദർ ലെസ് റിസ്കി മാർക്കറ്റ് എൻട്രി മെത്തേഡ് ഈസ് ലൈസൻസിങ്. നമ്മൾ എക്സ്പോർട്ടിങ്ങിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അത്ര റിസ്ക് ഇല്ലാത്ത ഒരു മാർക്കറ്റ് എൻട്രി മോഡാണ് ലൈസൻസിങ്. ഓക്കെ, ഹിയർ ദി ലൈസൻസർ വിൽ ഗ്രാൻഡ് ആൻ ഓർഗനൈസേഷൻ in the foreign market a license to produce the product, use brand, etc. In return that they will receive a royalty payment. നമ്മൾ ഡയറക്റ്റ്ലി ഫോറിൻ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് എന്താ ചെയ്യുന്നത്, ഇവിടെ സംഭവിക്കുന്നത് അവരുടെ ഒരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ലൈസൻസ് വഴി ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ, അതായത് അവരുടെ ബ്രാൻഡ് നെയിം നമുക്ക് യൂസ് ചെയ്യാം, പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാം. അങ്ങനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ അവരുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന രീതിയാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അവരുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ, ലൈസൻസർ ഒരു പെർമിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈസൻസിക്ക് അവരുടെ രീതിയിൽ, അതായത് ലൈസൻസ് എടുത്തതിന് ശേഷം ആ പ്രൊഡക്റ്റ് എങ്ങനെ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം. ലൈസൻസി പറയുന്നത് പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. ലൈസൻസിയുടെ അതേ ബിസിനസ് മോഡൽ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. എന്നാൽ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് വരുമ്പോൾ ആ കൺസെപ്റ്റ് ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ലൈസൻസിങ് പോലെ തന്നെയാണ്, പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസി പറയുന്ന എല്ലാ കാര്യങ്ങളും ഫ്രാഞ്ചൈസർ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയി, ജസ്റ്റ് ശ്രദ്ധിക്കുക. ലൈസൻസർ എന്ന് പറയുന്ന വ്യക്തി ആരാണോ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ വ്യക്തിയെ നമുക്ക് ലൈസൻസർ എന്നും അത് കിട്ടുന്ന വ്യക്തിയെ ലൈസൻസി എന്നും പറയാം. ഓക്കെ, സോ ലൈസൻസിക്ക് ഒരു അവരുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ റൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലൈസൻസർക്ക് വലിയ കൺട്രോൾ ഒന്നും ലൈസൻസിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് ഓർക്കേണ്ടത്. ലൈസൻസിങ്ങിൽ കൺട്രോൾ ഇത്തിരി കുറവാണ്. ഒരു റോയൽറ്റി പേയ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷേ പ്രൊഡക്റ്റ് എങ്ങനെ സെർവ് ചെയ്യണമെന്നോ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ലൈസൻസർക്ക് വലിയ രീതിയിലുള്ള കൺട്രോൾ ഒന്നും ഇമ്പോസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവിടെയാണ് ഫ്രാഞ്ചൈസിങ് ഡിഫറൻ്റ് ആവുന്നത്. ഓക്കെ, ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അനദർ ഫോം ഓഫ് ലൈസൻസിങ്ങിൻ്റെ മറ്റൊരു ഫോമായിട്ട് തന്നെ പറയാം. ഹിയർ ദി ഓർഗനൈസേഷൻ പുട്സ് ടുഗദർ a package of successful ingredients that made them a success in the home market and then franchise this package to overseas investor. അതായത് അവരെങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ബിസിനസ് മോഡൽ അതേ രീതിയിൽ ഉപയോഗിക്കാനുള്ള റൈറ്റ് ആണ് ഓവർസീസ് ഇൻവെസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പോൾ മാക്ഡൊണാൾഡ്സ് ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാം. മാക്ഡൊണാൾഡ്സ് എന്താ ചെയ്യുന്നത്, അവരുടെ ഒറിജിനൽ ഷോപ്പ് എങ്ങനെയാണോ അല്ലെങ്കിൽ ഒറിജിനൽ ഔട്ട്ലെറ്റ് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേ മോഡലിലായിരിക്കണം ഓരോ ഫ്രാഞ്ചൈസിങ് ക്രിയേറ്റ് ചെയ്യുന്നത് നിർബന്ധമുണ്ട്. അതേപോലെ തന്നെ അവർ പറയുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ബിസിനസ് മോഡൽ അതേ രീതിയിൽ ഫോളോ ചെയ്തിരിക്കണം, ക്വാളിറ്റി ലിസ്റ്റുകൾ അതേ രീതിയിൽ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വയ്ക്കാൻ സാധിക്കുന്നത് ഫ്രാഞ്ചൈസിങ്ങിലാണ്. വേറാസ് ലൈസൻസിങ് ലൈസൻസർക്ക് അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻസും വയ്ക്കാൻ സാധിക്കില്ല. അതാണ് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ലൈസൻസിങ് ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ബ്രാൻഡ് ഇമേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫ്രാഞ്ചൈസിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു എൻ്റയർ സക്സസ്ഫുൾ ഇൻഗ്രീഡിയൻറ്റിനെയാണ് ഫ്രാഞ്ചൈസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ആ ഒരു ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസ് ചെയ്തതെന്ന് പറയാം. സോ ദി ഫ്രാഞ്ചൈസി ഹോൾഡർ മേ ഹെൽപ്പ് ഔട്ട് ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് മാർക്കറ്റിംഗ് ദിസ് സർവീസസ് ഓർ പ്രൊഡക്റ്റ്. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനും പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിനും ഒക്കെ ഫ്രാഞ്ചൈസറുടെ സപ്പോർട്ട് ഉണ്ടാവും.
മാക്ഡൊണാൾഡ്സ് ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഈ ഈ ഡിഫറൻസസ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തേക്കുക. ദെൻ നമ്മൾ നേരത്തെ ലൈസൻസിങ് യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞില്ല, ജസ്റ്റ് ഫ്രാഞ്ചൈസിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. ലൈസൻസിങ്ങിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും, ഓക്കെ, ഇൻകം കിട്ടും. സോ ഇറ്റ് ഒബ്റ്റെയിൻ എക്സ്ട്രാ ഇൻകം ഫോർ ടെക്നിക്കൽ നോ ഹൗ ആൻഡ് സർവീസസ്, റീച്ച് ന്യൂ മാർക്കറ്റ് നോട്ട് ആക്സസിബിൾ ബൈ എക്സ്പോർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ്. അതായത് ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു എൻട്രി മോഡായിട്ട് നമുക്ക് പറയാം. അതിനകത്ത് ആ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അധികം ഇപ്പോൾ എക്സ്പോർട്ട് വഴി എൻ്റർ ചെയ്യാൻ പറ്റാത്ത മാർക്കറ്റുകളിൽ നമുക്ക് അവരുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലൈസൻസോട് കൂടി ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് കൊടുത്തിട്ട് ഫോറിൻ ലൈസൻസ് കൊടുത്തിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. ആ രീതിയിൽ നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആവശ്യമില്ല. ആൻഡ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു വഴിയായിട്ട് ഇത് മാറും. ബിക്കോസ് നമ്മളുടെ ഗുഡ് വിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനി അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ആ ബ്രാൻഡ് നെയിം കസ്റ്റമേഴ്സിലേക്ക് എത്തും. അതുവഴി ഫ്യൂച്ചറിൽ നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും രണ്ടിനും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, സോ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് വന്നപ്പോൾ അഡ്വാൻറ്റേജസ്: ലോ പൊളിറ്റിക്കൽ റിസ്ക്, ലോ കോസ്റ്റ്, ദെൻ അലൗസ് സൈമൾട്ടേനിയസ് എക്സ്പാൻഷൻ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ദി വേൾഡ്. ഇതെല്ലാം നമുക്ക് ലൈസൻസിങ്ങിനും പറയാം. പക്ഷേ ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് ഓർത്തേക്കുക. ലൈസൻസിങ് എന്താണ്? ഇവിടെ കൺട്രോൾ കുറവാണ്. ഫ്രാഞ്ചൈസിങ് ആണെങ്കിൽ അത് ആ ബിസിനസ് മോഡൽ തന്നെയാണ് ഫ്രാഞ്ചൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കൺട്രോൾ ഫ്രാഞ്ചൈസർക്ക് ഇമ്പോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ 4 മെത്തേഡ്സ് പറഞ്ഞു. ക്ലിയർ ആണോ? യെസ്. തേർഡ് വൺ എന്ന് ഉദ്ദേശിച്ചത് ഏതാണ്? ലൈസൻസിങ് ആണോ അതോ ഫ്രാഞ്ചൈസിങ് ആണോ? ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഫൈൻ. ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഫോറിൻ സബ്സിഡറീസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ബ്രാഞ്ചുകളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഹോൾഡിംഗ് കമ്പനിയിലേക്കൊക്കെ നമ്മൾ ഇവിടുന്ന് ഗുഡ്സ് അയക്കുവാണെങ്കിൽ അത് ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ ആണ്. ഒരു കമ്പനി അവരുടെ തന്നെ മറ്റൊരു എൻറ്റിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ക്രോസ് ബോർഡർ ട്രാൻസ്ഫർ ഹാപ്പൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡറി. അപ്പോൾ അവിടെ നിന്ന് ഗുഡ്സ് ശ്രീലങ്കയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സെയിം കമ്പനിയിൽ നിന്നാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ്ലി ഒരു എക്സ്പോർട്ട് എന്ന് പറയാൻ സാധിക്കില്ല. വെറാസ് അതൊരു കമ്പനിക്ക് അകത്തുള്ള ഗുഡ്സ് മൂവ്മെന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ നമുക്ക് അതിനകത്ത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് അതൊരു ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ അതൊരു ടേം എന്നുള്ള രീതി മാത്രം ഓർത്താൽ മതി. അതായത് അതൊരു കോൺട്രാക്ച്വൽ റിലേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇത് കമ്പനിക്ക് അകത്ത് തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഗുഡ്സ് മൂവ്മെന്റ് വെച്ചിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ ആ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് ബേസിക് ക്ലാസിഫിക്കേഷൻ ബ്രോഡ്ലി നമ്മൾ നടത്തിയെന്ന് മാത്രം. ഇനി പറയുന്ന പല ടേമുകളും ഇതിൻ്റെ മിക്സ്ചർ ആയിട്ട് വരും. ഓക്കെ, ലെറ്റ് മീ ഷോ യു അനദർ വൺ. ടേൺ കീ പ്രൊജക്ട്സ്. നമ്മൾ നേരത്തെ ആ ഒരു ബേസിക് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞില്ല. എന്നാൽ ടേൺ കീ പ്രൊജക്റ്റും ഒരു എൻട്രി മോഡാണ്. എന്താണ് ആ എൻട്രി മോഡ് നോക്കാം. എ ടേൺ കീ പ്രൊജക്ട് റെഫേഴ്സ് ടു എ പ്രോജക്റ്റ് ഇൻ വിച്ച് ക്ലയൻറ്റ്സ് പേ കോൺട്രാക്ടർ ടു ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് ന്യൂ ഫെസിലിറ്റീസ് ആൻഡ് ട്രെയിൻ പേഴ്സണൽ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചി മെട്രോ പണിയുമ്പോൾ ഫോറിൻ, എനിക്ക് തോന്നുന്നു ഏത് രാജ്യമാണ്, ഫ്രാൻസിൽ നിന്നാണ് തോന്നുന്നു, ഇത്തരത്തിലൊരു ടേൺ കീ പ്രോജക്റ്റിനെ പറ്റി ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതായത് അവരത് റെഡിയാക്കി തരും, അത് ബിൽഡ് ചെയ്യും, ഫെസിലിറ്റീസ് എല്ലാം എക്യുപ്പ് ചെയ്യും. അതിനുശേഷം അവസാനം വർക്കിംഗ് മോഡൽ ആക്കിയതിന് ശേഷം അവരത് കീ ഹാൻഡ് ഓവർ ചെയ്യും. റൈറ്റ്, അങ്ങനെയുള്ള പ്രപ്പോസൽസിനെയാണ് ടേൺ കീ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം ചെയ്ത് കൃത്യമായുള്ള ഒരു വർക്കിംഗ് കണ്ടീഷനിലാക്കിയതിന് ശേഷം
അത് ഹാൻഡ് ഓവർ ചെയ്ത് പോകുന്ന രീതി, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് ടേൺ കീ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ ടേൺ കീ പ്രോജക്റ്റ് ഇസ് എ വേ ഫോർ ഫോറിൻ കമ്പനി ടു എക്സ്പോർട്ട് ഇറ്റ്സ് പ്രോസസ് ആൻഡ് ടെക്നോളജി ടു അതർ കൺട്രീസ് ബൈ ബിൽഡിംഗ് എ പ്ലാന്റ് ഇൻ ദാറ്റ് കൺട്രി. അതായത് അവരുടെ ആ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് മോഡൽ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വേ ആണിത്. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും ഉള്ള ഒരു ടീമാണ് ഈ കേരളത്തിൽ മെട്രോ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ വിചാരിക്കുക. എന്താ ചെയ്യുക, അവരവിടെ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ആ പ്രോസസ് മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു ടെക്നോളജി അവർക്ക് ആ ടെക്നിക്കൽ നോഹൗ ഉള്ളത്, ആ ടെക്നിക്കൽ നോഹൗ അതേ രീതിയിൽ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നു. അതുവഴി അവർ ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് TNG പ്രോജക്ട്സ്. So industrial companies that specialize in complex production technologies normally use turnkey projects as their entry strategy. So ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കമ്പനീസ് ഒക്കെ എൻട്രി മോഡായിട്ട് turnkey projects യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ turnkey projectന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ is the possibility for a company to establish a plant and earn profits in a foreign country, especially in which foreign direct investment opportunities are limited and lack of expertise in the specific area exists. അതായത് അവർ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്പെസിഫിക് ഏരിയ ഓഫ് ഓപ്പറേഷൻസിൽ മറ്റ് എക്സ്പെർട്ടൈസ് ഇല്ല. ഇവർക്കാണ് ഏറ്റവും നല്ല രീതിയിൽ അത് ബിൽഡ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെയുള്ള പാർട്ടീസിന് ഡയറക്റ്റ്ലി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ തന്നെ ഫോറിൻ മാർക്കറ്റിൽ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വേ ആണിത്. അതായത് അവർ ഈ ഒരു മെട്രോ ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞാണ്. ഇപ്പോൾ മെട്രോ ഫെസിലിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ കമ്പനിയാണെന്ന് വിചാരിക്കാം. ആ കമ്പനി ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അവർ അവിടെ ഓൾറെഡി വെൽബേസ്ഡ് ആയിട്ടുള്ള അതേ ടെക്നോളജീസ് തന്നെ ഇന്ത്യയിൽ വന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ അവരൊരു പേയ്മെൻറ്റും മേടിക്കുന്നു. സോ ദേ ആർ ഡയറക്ട്ലി എന്ത് സംഭവിക്കുക, ഈ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവരെ സംബന്ധിച്ച് അവർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടേൺ കീ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടേൺ കീ പ്രോജക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ്: ഒന്ന്, ടെക്നോളജി എക്സ്ചേഞ്ച്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് ടെക്നോളജി എക്സ്ചേഞ്ച് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ ഗ്ലോബൽ കോമ്പറ്റീഷൻ, ഗ്ലോബൽ കോമ്പറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇൻഡസ്ട്രി കൺവേർജൻസ്, പല ഇൻഡസ്ട്രീസിനെയും ഒരുമിച്ച് കൊണ്ടുവരാനും ഡെവലപ്മെൻറ്റിനും ഇപ്പോൾ ഗ്ലോബലൈസേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു നമുക്ക് പറയാം. ദെൻ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് റിഡക്ഷൻ ഓഫ് റിസ്ക്. ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നത് വഴി കമ്പനീസിന് കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. മീൻസ് അവർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്ന അഡ്വാൻറ്റേജ്. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ ഫിക്സ്ഡ് കോസ്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. അതെന്തിലേക്ക് നയിക്കും, അഡീഷണൽ പ്രോഫിറ്റ്സിലേക്ക് നയിക്കും, റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനുവേണ്ടി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരം ടേൺ കീ പ്രൊജക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അലയൻസ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു മെർജർ. മെർജറിന് പകരം സ്ട്രാറ്റജിക് അലയൻസ് ഉള്ള രീതിയിൽ ഇതൊരു സ്ട്രാറ്റജിക് അലയൻസ് തന്നെയാണ്. ടേൺ കീ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു കമ്പനിയുമായി ടൈഅപ്പിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ഒരു ഗവൺമെൻറ്റുമായി ടൈഅപ്പിൽ ചെയ്യുന്നതാണ്. സോ ഇത്തരം സിറ്റുവേഷൻസിലെല്ലാം ഒരു അലയൻസ് പോലെ തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? ടേൺ കീ പ്രൊജക്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് സ്ട്രാറ്റജിക് അലയൻസ്. സ്ട്രാറ്റജിക് അലയൻസ്, ടേൺ കീ ഒരു സ്ട്രാറ്റജിക് അലയൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്ട്രാറ്റജിക് അലയൻസ് കൺസെപ്റ്റ് എന്താണ്? A strategic alliance is a business arrangement whereby two or more firms choose to cooperate for their mutual benefit. So, ഒരുമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ, ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ കമ്പനികൾ ഒരുമിച്ച് നിന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുവഴി രണ്ടു പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു. ആ ഒരു അപ്രോച്ചിനെയാണ് യഥാർത്ഥത്തിൽ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ട്രാറ്റജിക് അലയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. പാർട്ട്ണർ എ, പാർട്ട്ണർ ബി, ഓർ പാർട്ട്ണർ 1, പാർട്ട്ണർ 2 അവർ സ്ട്രാറ്റജിക് അലയൻസിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഈ പറയുന്ന ഏതെങ്കിലും ആക്ടിവിറ്റി, ഇപ്പോൾ പ്രൊഡക്ഷൻ മാത്രമാണ് അവർ ഒരുമിച്ചാക്കുന്നതെങ്കിൽ പ്രൊഡക്ഷൻ സ്ട്രാറ്റജിക് അലയൻസ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക് അലയൻസ്. ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് സ്ട്രാറ്റജിക് അലയൻസ്. R&D ആണെങ്കിൽ R&Dക്ക് വേണ്ടിയുള്ള അലയൻസ്. അതേപോലെ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമ്മൾ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയും. ഇതൊക്കെ എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി അഡ്വാൻറ്റേജ് നേടുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ്.
സ്ട്രാറ്റജിക് അലയൻസ് പല രീതിയിലാകാം. ജോയിന്റ് വെഞ്ചർ ഒരു സ്ട്രാറ്റജിക് അലയൻസ് ആണ്, ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ്, നോൺ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ്, ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ്, ഇങ്ങനെ പല രീതിയിൽ സ്ട്രാറ്റജിക് അലയൻസിനെ ക്ലാസിഫൈ ചെയ്യാം. So first, let's see what is joint venture. Joint venture എന്ന് പറഞ്ഞാൽ it is a strategic alliance in which two or more firms create a legally independent company to share some of their resources and capabilities to develop a competitive advantage. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഏതെങ്കിലും ഒരു റിസോഴ്സ് ഇവർ രണ്ടോ അതിലധികം കമ്പനികൾ ചേരുന്നു, ഒരു ലീഗലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മറ്റൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും രണ്ട് കമ്പനികൾ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് കമ്പനീസ് ആണ്. അതുമായിട്ട് ബന്ധമില്ലാത്ത എന്നാൽ അവർ കൺട്രോൾ ചെയ്യുന്ന AB ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ AB ലിമിറ്റഡിന് വേണ്ടി രണ്ടുപേരും അവരുടെ കുറച്ച് റിസോഴ്സസ് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇതൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയാകാം. ലൈക്ക് ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന രണ്ട് കമ്പനികളാണ് A ലിമിറ്റഡും B ലിമിറ്റഡ് എന്ന് വിചാരിക്കാം. ശ്രീലങ്കയിൽ അവരുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് എൻട്രി ചെയ്യാൻ തീരുമാനിച്ചു. അതിനർത്ഥം ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രം A ലിമിറ്റഡും B ലിമിറ്റഡും സെപ്പറേറ്റ് കമ്പനീസ് അല്ല, അവിടുത്തെ ഓപ്പറേഷൻസിന് വേണ്ടി അത് AB ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. സോ ഇതുവഴി അവർക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സാധിക്കും. ദെൻ രണ്ടാമത്തത് ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ്. ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ് ഇസ് ആൻ അലയൻസ് ഇൻ വിച്ച് ടു ഓർ മോർ ഫേംസ് ഓൺ ഡിഫറെൻറ്റ് പെർസെൻറ്റേജസ് ഓഫ് ദി കമ്പനി they have formed by combining some of their resources and capabilities to create competitive advantage. അതായത് ഇത് വേറൊരു കൺസെപ്റ്റാണ് ഇക്വിറ്റി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ A ലിമിറ്റഡും B ലിമിറ്റഡും അവരുടെ സ്ട്രാറ്റജിക് വെഞ്ചർ എന്നുള്ള രീതിയിൽ ശ്രീലങ്കയിൽ AB ലിമിറ്റഡ് ഫോം ചെയ്തു. പക്ഷേ ഈക്വൽ ഷെയറിംഗ് അല്ല. A ലിമിറ്റഡ് അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ 60% ഹെൽഡ് ചെയ്യുന്നു, B ലിമിറ്റഡിന് 40% ഉള്ളൂ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡിങ്ങിൽ ഡിഫറൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയും. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ് രണ്ട് കമ്പനിക്കും ഡിഫറൻ്റ് ആണ്. സി, ആൻ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ് ഇസ് ആൻ അലയൻസ് ഇൻ വിച്ച് ടു ഓർ മോർ ഫേംസ് ഓൺ ഡിഫറെൻറ്റ് പെർസെൻറ്റേജസ് ഓഫ് ദി കമ്പനി. ഡിഫറെൻറ്റ് പെർസെൻറ്റേജസ് ആണ്, കണ്ടോ, ഒരേ പെർസെൻറ്റേജ് അല്ല. രണ്ട് കമ്പനീസും അവരുടെ ഷെയർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. They have formed by combining some of their resources and capabilities to create competitive advantage. ബാക്കിയെല്ലാം സെയിം. ഒരു സ്ട്രാറ്റജിക് അലയൻസ് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ, പക്ഷേ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഓർ ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് രണ്ട് കമ്പനീസിനും ഡിഫറൻ്റ് ആണ്, ഈക്വൽ അല്ല. അങ്ങനെ വരുമ്പോഴാണ് ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ഇനി നോൺ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ്. നോൺ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ് ആൻ അലയൻസ് ഇൻ വിച്ച് two or more firms develop a contractual relationship to share some of their unique resources or capabilities to create competitive advantage. അതായത് ഇവിടെ ഒരു കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു കമ്പനി ഫോം ചെയ്യുന്ന ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ അല്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ച്വൽ റിലേഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും പ്രോഫിറ്റ് ഷെയറിങ് നടത്തുന്നത്. അവിടെ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് മാത്രമാണ് വയ്ക്കുന്നതെങ്കിൽ അത് നോൺ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ് ആണ്. 3 കണ്ടീഷൻസ് നോക്കുക. നമ്മൾ ആദ്യം ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി സ്ട്രാറ്റജിക് അലയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കുക, അങ്ങനെ ഒരു പർപ്പസ് വെച്ചുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് അലയൻസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയാം. ഇനി ഇക്വിറ്റി സ്ട്രാറ്റജിക് ആണെങ്കിൽ ഇക്വിറ്റി ഷെയറിൽ ഹോൾഡിംഗ് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓർക്കുക, അതായത് രണ്ട് പാർട്ടീസിനും ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. പുതിയ കമ്പനി എത്രമാത്രം ഇക്വിറ്റി ഷെയർസ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇക്വിറ്റി സ്ട്രാറ്റജിക്. എന്നാൽ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ വെച്ചിട്ടാണ് സ്ട്രാറ്റജിക് അലയൻസ് വരുന്നതെങ്കിൽ നോൺ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ്. ഇനി ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ്. ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ് ആർ വർക്കിംഗ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ കമ്പനീസ്, ഓഫൺ മോർ ദാൻ 2, അക്രോസ് നാഷണൽ ബൗണ്ടറീസ് ആൻഡ് ഇൻക്രീസിംഗ്ലി അക്രോസ് ഇൻഡസ്ട്രീസ്, സംടൈംസ് ഫോംഡ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഫോറിൻ ഗവൺമെൻറ് ആൻഡ് എമംഗ് കമ്പനീസ് ആൻഡ് ഗവൺമെൻറ്. ഇത് കോമൺലി യൂസ് ചെയ്യുന്നൊരു ടേം അല്ല ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. അതായത് ഇത് രണ്ടിൽ കൂടുതൽ കമ്പനികൾ ചേർന്നുകൊണ്ട് ഉള്ള സ്ട്രാറ്റജിക് അലയൻസ്. പല പർപ്പസുകൾക്ക് വേണ്ടിയാകും, പല രാജ്യങ്ങളിലുള്ള പല കമ്പനികൾ ഒരുമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ. അതിനെയാണ് ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് കമ്പനികളുണ്ടാകും.
അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് പല രാജ്യങ്ങളിലായിരിക്കും. ആൻഡ് പല ഇൻഡസ്ട്രീസിൽ പെടുന്നതാകാം, ചിലപ്പോൾ ഗവൺമെൻറ് ഉണ്ടാകാം, പല ഗവൺമെൻറ്റുകൾ ഉണ്ടാകാം. ഇവയെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു അലയൻസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് നോക്കാം. സോ 4 തരത്തിലുള്ള സ്ട്രാറ്റജിക് അലയൻസ് കണ്ടു: ജോയിന്റ് വെഞ്ചർ, ഇക്വിറ്റി സ്ട്രാറ്റജിക്, നോൺ ഇക്വിറ്റി സ്ട്രാറ്റജിക് അലയൻസ് ആൻഡ് ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ്. ദെൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് സ്ട്രാറ്റജിക് അലയൻസിനുള്ളത്? ഒന്ന്, മാർക്കറ്റ് എൻട്രി ഈസിയാണ്. ഫോറിൻ മാർക്കറ്റ് എൻട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസിയാകും. ബിക്കോസ് നമുക്ക് ഒറ്റയ്ക്ക് ഫോറിൻ മാർക്കറ്റ് എൻട്രി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ളൊരു വഴിയാണ് സ്ട്രാറ്റജിക് അലയൻസ്. മറ്റൊരു കമ്പനിയുമായി ടൈഅപ്പിൽ എൻട്രി ചെയ്യുക. ദെൻ ഷെയർഡ് റിസ്ക്, അതുവഴി തന്നെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. റിസ്ക് ഷെയർ ചെയ്യപ്പെടുന്നു. ഷെയർഡ് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ്, രണ്ട് പാർട്ടീസിൻ്റെയും നോളജും എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്നു. സിനർജി ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ അഡീഷണൽ ബെനിഫിറ്റ് ഇതുവഴി ഒരുമിച്ച് നിൽക്കുന്നത് വഴി നേടിയെടുക്കാൻ സാധിക്കും. ഒരു അഡീഷണൽ സിനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് അതുവഴി തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനും ഇത് കാരണമാകും. സ്ട്രാറ്റജിക് അലയൻസിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഓട്ടോണമി നഷ്ടപ്പെടും. ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഓട്ടോണമി ഉണ്ട്, റൈറ്റ്? അതേസമയം നമ്മൾ മറ്റൊരാളുമായി ടൈഅപ്പിൽ നിൽക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് ആ ഒരു സ്വയം ഭരണാധികാരം എന്ന് പറയാം, അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏണിങ്സ്, ആ ഏണിങ്സ് ഷെയർ ചെയ്യപ്പെടുന്നു. ആക്സസ് ടു ഇൻഫർമേഷൻ, ഈ പറയുന്ന എയും ബിയും രണ്ട് കമ്പനികളായിട്ട് നമ്മൾ പറഞ്ഞു. ഈ രണ്ട് കമ്പനികളും ചിലപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, ആ കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു പർപ്പസിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ഇൻഫർമേഷൻ അവരിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ആ ഇൻഫർമേഷൻ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതുവഴിയുള്ള അഡ്വാൻറ്റേജ് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. ദെൻ കമ്പാറ്റിബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സിന് കേപ്പബിൾ അല്ല, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ അത് നമുക്ക് നഷ്ടത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. ഓക്കെ, സോ ഇതാണ് സ്ട്രാറ്റജിക് അലയൻസ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് സ്പെഷ്യലൈസ്ഡ് എൻട്രി മോഡ്സ്. സ്പെഷ്യലൈസ്ഡ് എൻട്രി മോഡ്സിന് ആദ്യത്തത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഔട്ട്സോഴ്സിങ് കൺസെപ്റ്റുകളെ പറ്റി പറയും. മാനുഫാക്ചറിങ് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്, അതിനെയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിക്ക കമ്പനികളുടെയും ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്ക കമ്പനികളുടെയും മാനുഫാക്ചറിങ് പ്ലാന്റ് ചൈനയിലായിരിക്കും. അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചൈന ബേസ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്, ലേബർ കോസ്റ്റ് കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഗുഡ്സ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ? അവർ അത് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ആ ഒരു ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുമായുള്ള ടൈപ്പിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് വേണ്ടി റോ മെറ്റീരിയൽസ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. മാനുഫാക്ചറിങ് ആക്ടിവിറ്റി നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് അവിടെയുള്ളൊരു കമ്പനിയെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിനെയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഈസ് വെൻ എ ഫേം enters into a contract with local manufacturers in foreign countries to get goods produced as per its specification. നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് വേണ്ടി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫോറിൻ മാനുഫാക്ചേഴ്സിനെ ഏൽപ്പിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് കുറവാണ്, കാശ് കുറച്ച് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി, അവർ പ്രൊഡ്യൂസ് ചെയ്ത് തരും. ദെൻ മിനിമൈസ് റിസോഴ്സസ് ഡിവോട്ടഡ് ടു മാനുഫാക്ചറിങ്, നമ്മളായിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഫോക്കസ് ഫേംസ് റിസോഴ്സസ് ഓൺ അതർ എലമെൻറ്റ്സ് ഓഫ് ദി വാല്യൂ ചെയിൻ, അതായത് മറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നമുക്ക് വേണ്ടി മറ്റൊരു കമ്പനി ചെയ്തു തരും. ഓക്കെ, സോ ഇതാണ് അഡ്വാൻറ്റേജസ്. അതാണ് നമ്മൾ പറഞ്ഞ കോൺട്രാക്ട് മാനുഫാക്ചറിങ്. അതേപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് കോൺട്രാക്ട്. അതായത് നേരത്തെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയാണ് നമ്മൾ കോൺട്രാക്ട് ചെയ്തത്, ഔട്ട്സോഴ്സ് ചെയ്തതെങ്കിൽ
മാനേജ്മെന്റ് കോൺട്രാക്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. എ മാനേജ്മെന്റ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ച്വൽ അറേഞ്ച്മെന്റ് ഫോർ ദി മാനേജ്മെന്റ് ഓഫ് എ പാർട്ട് ഓർ all of a public enterprise by private sector. For example, a specialized port terminal for container handling at a port or a utility. അതായത് മാനേജ്മെന്റ് കോൺട്രാക്റ്റ് നമ്മൾ പല സാഹചര്യം കാണാറുണ്ട്. സോ ഒരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഓപ്പറേഷൻ ആർക്കായിരുന്നു? ഓപ്പറേഷൻ അതിൻ്റെ മാനേജ്മെന്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത് അദാനിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ, ഇതിനെയാണ് മാനേജ്മെന്റ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കുന്നത് നമുക്ക് വേണ്ടി മറ്റൊരു എൻറ്റിറ്റിയാണ്. ആ സാഹചര്യങ്ങളാണ് മാനേജ്മെന്റ് കോൺട്രാക്റ്റിംഗ് വരുന്നത്. സോ ലൈക്ക് നമ്മളുടെ ഇപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം നടപ്പിലാക്കുന്നവരാണ്. അതും അത്തരത്തിലുള്ള എഗ്രിമെന്റിന് എക്സാമ്പിളാണ്. അഡ്വാൻറ്റേജസ്: ഫോക്കസ് ഫേംസ് റിസോഴ്സസ് ഓൺ ഇറ്റ്സ് ഏരിയ ഓഫ് കോൺട്രാക്ട്. അതായത് നമുക്ക് അവിടെ ഒരു കോൺട്രാക്ച്വൽ ഏരിയ ഏത് ഏരിയയിലാണോ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. റിസോഴ്സസ് മാനേജ്മെന്റിൽ നമുക്ക് വേണ്ടി അത് മാനേജ് ചെയ്ത് തരുന്നത്, നമുക്ക് വേണ്ടി നടപ്പിലാക്കി തരുന്നത് ഒരു തേർഡ് പാർട്ടിയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതി ചിന്തിക്കാം, ഇപ്പം നമ്മൾ എക്സ്പെർട്ടൈസ് ഉള്ള കമ്പനീസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടെ അവരുടെ ഗവൺമെന്റിന് വേണ്ടി നമ്മളൊരു ഇത്തരം പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പോർട്ട് നമ്മൾ റൺ ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം മാനേജ്മെന്റ് കോൺട്രാക്റ്റിന് എക്സാമ്പിളാണ്. മിനിമം ഫിനാൻഷ്യൽ എക്സ്പോഷർ ഡയറക്ട്ലി റൺ ചെയ്യുന്നതിനേക്കാളും കുറവാണ്. ഡിസഡ്വാൻറ്റേജ്: പൊട്ടൻഷ്യൽ റിട്ടേൺസ് ലിമിറ്റഡ് ബൈ കോൺട്രാക്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ വിഴിഞ്ഞം പോർട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂ കുറയുകയല്ലേ ചെയ്യുന്നത്. ഗവൺമെന്റാണ് ഡയറക്റ്റ്ലി നടത്തിയിരുന്നെങ്കിൽ കിട്ടുന്ന റവന്യൂവിനേക്കാൾ കുറവ് റവന്യൂ ആയിരിക്കും ഗവൺമെന്റിലേക്ക് വരുന്നത്. ബിക്കോസ് അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഇന്റർമീഡിയറി അവിടെ ഉണ്ട്. ഓക്കെ, സോ മേ അൺഇൻറ്റൻഷനലി ട്രാൻസ്ഫർ പ്രൊപ്രൈറ്ററി നോളജ് ആൻഡ് ടെക്നിക്സ് ടു ദി കോൺട്രാക്റ്റി. അതായത് ഇത് നടപ്പിലാക്കുന്ന നമുക്ക് ഇതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ബന്ധപ്പെട്ട അവയർനെസ് ഉണ്ട്. ആ ഒരു ടെക്നിക്കൽ നോഹൗ കോൺട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, സോ പോർട്ടിൻ്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന് അറിയാൻ സാധിക്കും എന്നുള്ളത് അദാനിയെ സംബന്ധിച്ചൊരു നെഗറ്റീവാണ്. ഓക്കെ, അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങും മാനേജ്മെന്റ് കോൺട്രാക്റ്റിങ്ങും ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ടേം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അത് സെപ്പറേറ്റ് ഒരു ലെക്ചറായിട്ട് നമ്മൾ പറയും. എന്താണ് FDI? FDI ഇൻവോൾവ്സ് എ കമ്പനി എൻറ്ററിങ് ഇൻ ടു ഓവർസീസ് മാർക്കറ്റ് ബൈ മേക്കിംഗ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി കൺട്രി. അതായത് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ A ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി FDI നടത്തി ശ്രീലങ്കയിൽ എൻ്റർ ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മളുടേതായ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നു. ഇതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ്. ഓക്കെ, സം ഓഫ് ദി മോഡ്സ് ഓഫ് എൻട്രി ഇൻ ഇന്റർനാഷണൽ ബിസിനസ് യൂസിങ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഇൻക്ലൂഡ്സ് മെർജർ ആൻഡ് അക്വിസിഷൻ, ജോയിന്റ് വെഞ്ചർ, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആകാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ഒരു ഫോറിൻ ഇപ്പോൾ ശ്രീലങ്കയുടെ എക്സാമ്പിൾ പറഞ്ഞു. A ലിമിറ്റഡ് ശ്രീലങ്കയിൽ എൻ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അവിടെയുള്ളൊരു കമ്പനിയെ മേടിക്കുകയാണ്. അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അക്വിസിഷനായി. അല്ലെങ്കിൽ അവിടെ റൺ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ശ്രീലങ്കയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന B ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അവരുമായിട്ട് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, മെർജറായി. ഇതൊക്കെ വഴി നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ബിക്കോസ് അവിടെ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഇത്തരത്തിലൊരു കമ്പനി ഏറ്റെടുക്കണമെങ്കിലും അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ട് മേജർ ഷെയർ ഏറ്റെടുത്തിട്ട് ഒരുമിച്ച് പോകാനൊക്കെ തീരുമാനിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജോയിന്റ് വെഞ്ചർ ആകാം. രണ്ട് കമ്പനികൾ ഒരുമിച്ച് നിന്നിട്ട് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള A ലിമിറ്റഡും B ലിമിറ്റഡും ശ്രീലങ്കയിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ജോയിന്റ് വെഞ്ചർ അല്ലേ? അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് അവിടെ FDI മൂവ്മെന്റ് വരണം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം.
അതേപോലെ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി 0 ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് അവിടെ ഒരു കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒന്നിനെ നമ്മൾ നോക്കുന്നില്ല. നമ്മളുടേതായ ഒരു എൻറ്റിറ്റി 0യിൽ നിന്ന് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. മെർജർ ആകാം, അക്വിസിഷൻ ആകാം, ജോയിൻറ്റ് വെഞ്ചർ ആകാം, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. സോ ദിസ് സ്ട്രാറ്റജി is suitable when the demand or the size of market and the growth potential of the market is in the substantially large. അതായത് ഇങ്ങനെ നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ എന്തായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്? ഒന്ന് മാർക്കറ്റ് ഉണ്ടാവണം. ഓക്കെ, മാർക്കറ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ മാർക്കറ്റ് ഉണ്ടാകണം. നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ബെനിഫിറ്റ് വരണ്ടേ? അതിനുവേണ്ടി സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു വലിയ മാർക്കറ്റ് അവിടെ ഉണ്ടാവണം. നമ്മുടെ പ്രൊഡക്റ്റിന് പറ്റുന്ന കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടാവണം. ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഇത്തരം ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, സം ഓഫ് ദി റീസൺസ് ബിക്കോസ് ദി കമ്പനീസ് ഓപ്റ്റ് ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്തൊക്കെ കൊണ്ടായിരിക്കും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് റെസ്ട്രിക്ഷൻ ഓർ ഇമ്പോർട്ട് ലിമിറ്റ്സ്. അതായത് ചില ഗുഡ്സുകളെ ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിനെ എപ്പോഴും നമ്മൾ തടയുന്നതായിട്ട് പറഞ്ഞു. നമ്മൾ ഓൾറെഡി കണ്ടതാണ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് അത് എന്തിന് അഗേൻസ്റ്റ് ആയിട്ട്? എക്സ്പോർട്ടിനെ തടയാൻ വേണ്ടിയാണ്. അപ്പോൾ എക്സ്പോർട്ട് വഴി നമുക്ക് ഫോറിൻ മാർക്കറ്റ് എൻ്റർ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലോ എല്ലാ രാജ്യങ്ങളും അത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് മാറും. ദെൻ മാനുഫാക്ചറിങ് ലോക്കലി ക്യാൻ അവോയ്ഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ലോക്കലി മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. പക്ഷേ അങ്ങനെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതുവഴി ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒഴിവാക്കാം, താരിഫ് ഒഴിവാക്കാം, കസ്റ്റംസ് പോലുള്ള മറ്റ് ഡ്യൂട്ടീസും അതേപോലെ കോട്ട പോലുള്ള നോൺ താരിഫ് ബാരിയേഴ്സും ഒക്കെ ഒഴിവാക്കാം. ദെൻ കമ്പനീസ് ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലോ കോസ്റ്റ് ലേബർ, ചീപ്പ് മെറ്റീരിയൽ എക്സെട്ര. ഇത് കൂടാതെ നമ്മൾ അവിടെ തന്നെ ഇപ്പോൾ ചൈനയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കാനുള്ള റീസൺ എന്തായിരിക്കും? അവിടെ ലോ കോസ്റ്റ് ലേബർ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കുറവുള്ള രാജ്യത്ത് കൊണ്ട് നമ്മൾ മാനുഫാക്ചറിങ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള രാജ്യത്ത് കൊണ്ടുപോയി നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ റീസൺ എന്താണ്? അവിടെ ഇത് സഫീഷ്യൻ്റ് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഇപ്പോൾ കണ്ട അതേ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, റീറ്റെയിൻ യുവർ കൺട്രോൾ. നമ്മളുടെ തന്നെ ഒരു എൻറ്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടി അവിടെ ഇല്ല. സോ നമ്മളുടേതായ കൺട്രോൾ നിലനിർത്താൻ സാധിക്കും. രണ്ടാമതായിട്ട് ലിവറേജ് ലോ കോസ്റ്റ് ലേബർ, ചീപ്പർ മെറ്റീരിയൽ എക്സെട്ര. കുറഞ്ഞ ചിലവിൽ ലേബറിനെ കിട്ടും, അതേപോലെ തന്നെ മെറ്റീരിയൽ അവൈലബിൾ ആക്കുക, ഇതൊക്കെ ലക്ഷ്യമായിട്ട് പറയാം. ദെൻ മെനി ഫോറിൻ കമ്പനീസ് ക്യാൻ ഓൾസോ ക്യാൻ അവൈൽ സബ്സിഡീസ്. ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ FDI കൊണ്ടുവരുവാണ്, അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് സബ്സിഡീസ് ഉണ്ടാകാം, മറ്റ് ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സും ഇതിന് കാരണമാകാം. ടാക്സ് ഹോളിഡേയ്സ് ഒക്കെ കിട്ടും. അപ്പം അത്തരത്തിലുള്ള ബെനിഫിറ്റ് കാരണവും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക് ഒരു പ്രശ്നമാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റിസ്ക് ആണ്. എന്താണ് പൊളിറ്റിക്കൽ റിസ്ക്? എപ്പോൾ വേണമെങ്കിലും ഫോറിൻ ഗവൺമെൻറ്റിലാണ്, ഫോറിൻ കൺട്രിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, ശ്രീലങ്കയിലൊരു പട്ടാള ഭരണം വരുവാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? അവിടുത്തെ ഗവൺമെൻറ് പോവും, അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ എൻറ്റിറ്റീസിനും അത് ബാധിക്കും. ഓക്കെ, നമ്മളുടെ ബിസിനസ് ചിലപ്പോൾ നമുക്ക് നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോരേണ്ടി വരും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫോറിൻ മാർക്കറ്റിൽ ഉണ്ടാകാം. അതാണ് പൊളിറ്റിക്കൽ റിസ്ക്. ദെൻ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇത് രണ്ടുമാണ് FDIയുടെ നെഗറ്റീവായിട്ട് പറയാവുന്നത്. ഒന്ന്, പൊളിറ്റിക്കൽ റിസ്ക് വളരെ ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് FDI വെച്ച് നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തത് സ്ട്രാറ്റജിക് അക്വിസിഷൻ. സ്ട്രാറ്റജിക് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കമ്പനിയെ ഏറ്റെടുക്കുകയാണ്, അതാണ് അക്വിസിഷൻ. സോ സ്ട്രാറ്റജിക് അക്വിസിഷൻ ഇംപ്ലൈസ് ദാറ്റ്
company acquires a controlling interest in an existing company in the overseas markets. ഓവർസീസ് മാർക്കറ്റിലെ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയിൽ നമ്മൾ സ്റ്റേക്ക് ഏറ്റെടുക്കുന്നു. 50% കൂടുതൽ ഷെയർസ് മേടിക്കുകയാണെങ്കിൽ തന്നെ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയി നമുക്ക് ആ കമ്പനിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് അക്വിസിഷനാണ്. ഓക്കെ, സോ സ്ട്രാറ്റജിക് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ടേമിൻ്റെ മീനിങ് ഇതാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദി കമ്പനി അക്വയർസ് എ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം കമ്പനിയെ. ഓക്കെ, കമ്പനിയിലെ തീരുമാനങ്ങൾ നമ്മളായിരിക്കും എടുക്കേണ്ടത്. അതിനുള്ള പവർ നമ്മൾ നേടിയെടുക്കുന്നു ബൈ പ്രൊക്യൂറിങ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ഏറ്റവും കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എക്സിസ്റ്റിംഗ് കമ്പനി ഇൻ ദി ഓവർസീസ് മാർക്കറ്റ്. ദിസ് acquired company can be directly or indirectly involved in offering similar products or services in the overseas market. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും അക്വിസിഷനിലേക്ക് പോകുന്നത്? നമ്മളുടെ പോലുള്ള പ്രൊഡക്റ്റുകൾ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുക. അതിനുവേണ്ടി കൺട്രോളിങ് സ്റ്റേക്ക് നമ്മൾ മേടിക്കും. അപ്പോൾ 50% കൂടുതൽ ഷെയർസ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും ആ കമ്പനി മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ളൊരു മോഡായിട്ട് സ്ട്രാറ്റജിക് അക്വിസിഷൻ പറയാം. ഇത് സ്ട്രാറ്റജിക് അലയൻസിന്റെ ഭാഗം തന്നെയാണ്. FDI തന്നെ നമ്മൾ പറഞ്ഞു, മെർജർ ആൻഡ് അക്വിസിഷൻ. ആ അക്വിസിഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അക്വിസിഷൻ ആയിട്ട് പറയാം. സോ വൺ ക്യാൻ റീറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് ഓഫ് ദി ന്യൂലി അക്വയർഡ് കമ്പനി ടു ബെനിഫിറ്റ് ഫ്രം ദെയർ എക്സ്പെർട്ടൈസ്, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് വൈൽ ഹാവിംഗ് ദി യുവർ ടീം പൊസിഷൻ ഇൻ ദി ബോർഡ് ഓഫ് ദി കമ്പനി ആസ് വെൽ. അതായത് അക്വിസിഷൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് അത്. നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി റൺ ചെയ്തിരുന്ന കമ്പനിയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ കമ്പനിയുടെ റണ്ണിങ്ങിനെ പറ്റിയും അവിടെ ഒരു മാർക്കറ്റ് കൃത്യമായിട്ടുണ്ട്, കസ്റ്റമേഴ്സ് കൃത്യമായിട്ടുണ്ട്. സോ ഒരു റെപ്യൂട്ടേഷൻ ഈസ് ഓൾസോ ദെയർ. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റിന് അവരുടെ കാര്യങ്ങളെല്ലാം അറിയാം. സോ കമ്പനി അക്യൂർ ചെയ്തിട്ട് അവരെ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ പുതുതായിട്ട് എൻ്റർ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം. ഓക്കെ, ബിക്കോസ് ആ കമ്പനി അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തതാണ്. ആ കമ്പനിയുടെ സ്റ്റേക്ക് മാത്രം നമ്മൾ മേടിക്കുന്നു. മീൻസ് അതിൻ്റെ പവർ മൊത്തം നമ്മുടെ കയ്യിലായി, പക്ഷേ മാനേജ്മെൻറ്റ് സെയിം ആണ്. ആ ഒരു സിറ്റുവേഷനാണ് അക്വിസിഷൻ വഴി വരുന്നത്. അഡ്വാൻറ്റേജസ്: ദി ബിസിനസ് ഡസ് നോട്ട് നീഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഫെസിലിറ്റി അവിടെ ഉണ്ട്, മാനേജ്മെൻറ്റ് അവിടെ ഉണ്ട്. സോ അവരെയൊക്കെ നിലനിർത്തുവാണെങ്കിൽ അതേപടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ബിസിനസ്സിന് റെപ്യൂട്ടേഷൻ എല്ലാം ഉണ്ട്. സോ ബിസിനസ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം എക്സ്പെർട്ടൈസ്, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് കീ പേഴ്സണൽ ബൈ റീറ്റെയിനിങ് ദം. ഓൾറെഡി ഉള്ള ആളുകളെ റീറ്റെയിൻ ചെയ്യുന്നത് വഴി അതിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ് ഓൺ എ ലാർജ് സ്കെയിൽ. സോ ഇത് ഡയറക്റ്റ്ലി നമുക്ക് പെട്ടെന്ന് എൻ്റർ ചെയ്യാവുന്ന ഒരു രീതിയാണ്. മീൻസ് ആ ഷെയർ പ്രൊക്യൂർ ചെയ്താൽ മതി, ആ ഒരു ടൈം തൊട്ട് നമ്മളുടെ കമ്പനിയായിട്ട് അത് മാറും. അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേക്ക് കൂടുതലുള്ള കമ്പനി, ഇപ്പോൾ 100% സ്റ്റേക്ക് മേടിച്ചെന്ന് വിചാരിക്കുക, കാരണം നമ്മളുടെ കമ്പനിയായിട്ട് അത് മാറും. ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് വെച്ചൊരു സ്റ്റോപ്പേജോ പോസ് ആൻഡ് സ്റ്റാർട്ടോ ഒന്നുമില്ല, അതേപടി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ഓണർഷിപ്പ് മാറി എന്നുള്ളത് മാത്രമാണ് ചേഞ്ച് വരുന്നത്. സോ അത്തരത്തിലൊരു ഫാസ്റ്റ് എൻട്രി മോഡായിട്ട് ഇതിനെ നമുക്ക് പറയാം. ഡിസഡ്വാൻറ്റേജ്: ജസ്റ്റ് ലൈക്ക് ജോയിൻറ്റ് വെഞ്ചർ ഇൻ അക്വിസിഷൻ ആസ് വെൽ, there is a possibility of cultural clashes between the organization due to the differences in organization culture. അതായത് കൾച്ചറൽ ക്ലാഷസ് ഉണ്ടാവാം. എന്തുകൊണ്ടാണ്? ആ കമ്പനിക്ക് ഓൾറെഡി ഒരു കൾച്ചറുണ്ട്. നമ്മളുടെ കമ്പനിയുടെ കൾച്ചറുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻസും നമ്മളുടെ ബിസിനസ് പ്രാക്ടീസും അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രാക്ടീസുമായിട്ട് മാച്ച് ചെയ്തെന്ന് തരില്ല. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദി ദാറ്റ് ദെയർ മോസ്റ്റ്ലി ആർ പ്രോബ്ലംസ് വിത്ത് സീംലെസ് ഇൻ്റഗ്രേഷൻ ഓഫ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം, ലൈക്ക് ഇതെല്ലാം ഒരുമിച്ചാക്കുക, സിസ്റ്റംസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതിലൊക്കെ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രയുമാണ് സ്ട്രാറ്റജിക് അക്വിസിഷൻ. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക് അക്വിസിഷൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ടേം വോളി ഓൺഡ് സബ്സിഡറി. വോളി ഓൺഡ് സബ്സിഡറി, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ട് കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഗ്രീൻഫീൽഡ് വെഞ്ചറിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻഫീൽഡ് വെഞ്ചറാണ്. വോളി ഓൺഡ് സബ്സിഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മളുടെ കൺട്രോളിങ് സ്റ്റേക്ക് ഉള്ള കമ്പനീസിനെയാണ് wholly owned subsidiary എന്ന് പറയുന്നത്. സോ wholly owned subsidiary is a company whose common stock is fully owned by another company.
ഇപ്പോൾ ഇന്ത്യയിലുള്ള എ ലിമിറ്റഡ്, ശ്രീലങ്കയിലുള്ള ബി ലിമിറ്റഡിൻ്റെ 100% ഷെയർസും ഹെൽഡ് ചെയ്യുവാണെങ്കിൽ അതിനെ ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറയും. ഓക്കെ, എ ഹോളി ഓൺഡ് സബ്സിഡറി മേ അറൈസ് ത്രൂ അക്യൂസിഷൻ ഓർ ബൈ സ്പിൻ ഓഫ് ഫ്രം ദി പാരന്റ് കമ്പനി. അതായത് നമ്മൾ ഒരു കമ്പനി പൂർണ്ണമായിട്ട് മേടിക്കുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ ഒപ്പം നിന്ന കമ്പനിയെ നമ്മൾ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആക്കി മാറ്റുന്നു. ഓക്കെ, നമ്മളുടെ കമ്പനിയുടെ ഭാഗമായിരുന്നു എ ലിമിറ്റഡിൻ്റെ എ ലിമിറ്റഡ് തന്നെയായിരുന്നു. ആ എ ലിമിറ്റഡിൻ്റെ ഒരു ഭാഗം, ഒരു പാർട്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ബി ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ കമ്പനിയുടെ ഭാഗമായിരുന്ന സബ്സിഡറി ആയിട്ട് ബി ലിമിറ്റഡ് മാറുന്നു. ഓക്കെ, അതാണ് സ്പിൻ ഓഫ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു കമ്പനിയെ നമ്മൾ ഏറ്റെടുക്കുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ ഒരു പാർട്ടിനെ നമ്മൾ ഭാഗമായിട്ട് മാറ്റുന്നത് കൊണ്ടാകാം, സ്പിൻ ഓഫ് വഴിയാകാം. ഈ രണ്ട് രീതിയിലും നമുക്ക് വോളി ഓൺഡ് സബ്സിഡറി ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഗ്രീൻഫീൽഡ് വെഞ്ചറിങ് എന്താണ്? ഇത് രണ്ടും ആ ഓർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഓറല്ല, ആൻഡ് ഗ്രീൻഫീൽഡ് വെഞ്ചറിങ്. ഗ്രീൻഫീൽഡ് വെഞ്ചറിങ് എന്ന് പറഞ്ഞാൽ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പുതിയ കമ്പനി നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രീൻഫീൽഡ് വെഞ്ചറിങ് ആണ്. ഫോറിൻ മാർക്കറ്റിൽ നമ്മളൊരു പുതിയ കമ്പനി നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ വേറെ ടൈപ്സ് ഒന്നുമില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനെയാണ് ഗ്രീൻഫീൽഡ് വെഞ്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ്: ഗെയിൻ ലോക്കൽ മാർക്കറ്റ് നോളജ്. ഓളി ഓൺഡ് സബ്സിഡറി ആണെങ്കിൽ നമുക്ക് ലോക്കൽ മാർക്കറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും. ദെൻ ഇറ്റ് ക്യാൻ ബി സീൻ ആസ് ഇൻസൈഡർ ഹു എംപ്ലോയ്സ് ലോക്കൽസ്. സബ്സിഡീസ് ആണെങ്കിൽ അവർ നമ്മളുടെ ഭാഗമാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഒരു ഇൻസൈഡറാണ് അവിടെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, അവിടെ ലോക്കൽസിനെ എംപ്ലോയ് ചെയ്യുന്ന ഒരു ഇൻസൈഡർ കമ്പനിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് കംപ്ലീറ്റ് കൺട്രോൾ ഇസ് ദെയർ. ഇതാണ് അതിൻ്റെ എല്ലാം മീനിങ്. കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവും. ഡിസഡ്വാൻറ്റേജസ്: ഇത്തരത്തിലൊരു സബ്സിഡി നിലനിർത്തുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്, റിസ്ക് ഹൈ ആയിരിക്കും. ബിക്കോസ് ആ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഒന്നും പൂർണ്ണമായിട്ട് നമുക്ക് അറിയണമെന്നില്ല. നമ്മളത് അക്യൂർ ചെയ്തു, 100% ഷെയർ മേടിച്ചു ആ കമ്പനിയിൽ, പക്ഷെ നിലവിൽ എങ്ങനെയാണ് ആ കമ്പനി വർക്ക് ചെയ്യുന്നതെന്നുള്ള പൂർണ്ണമായുള്ള ധാരണ നമ്മളിലേക്ക് എത്തണമെന്നില്ല. അതാണ് പറഞ്ഞത്, റിസ്ക് ഉണ്ട്. ദെൻ സ്ലോ എൻട്രി ഡ്യൂ ടു സെറ്റപ്പ് ടൈം. സെറ്റപ്പ് ടൈമുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കൺട്രോൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ടൈമിനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഡിലേ ഉണ്ടാകാം. ഓക്കെ, ഇതൊക്കെയാണ് വോളി ഓൺഡ് സബ്സിഡിയുടെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ദെൻ അടുത്തത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് കൺട്രോളിങ് റൈറ്റ്സ് നമ്മൾ ഏറ്റെടുക്കുന്നില്ല. പകരം എന്താണ്, നമ്മൾ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് FDI അല്ല. FDI എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് വലിയൊരു ഷെയർ നമ്മൾ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരുവാണ്. എന്നാൽ കൺട്രോൾ വരാതെ കമ്പനിയുടെ ഷെയർസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. So portfolio investment do not require the physical presence of a firm's personnel or products in a foreign shores. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ ആളുകളൊന്നും അവിടെ ആവശ്യമില്ല, നമ്മൾ ഷെയർസ് മാത്രമാണ് വാങ്ങുന്നത്. ആ സാഹചര്യത്തിലാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദീസ് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ദി ഫോം ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഇൻ ഫോറിൻ മാർക്കറ്റ്സ് സച്ച് ആസ് നോട്ട്സ്, ബോൺസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, നോൺ കൺട്രോളിങ് ഷെയർസ് ഓഫ് സ്റ്റോക്ക്. അതായത് ഈ പറയുന്ന ഏത് രീതിയിലാകാം. പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിൽ നമ്മളിപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് സെല് ചെയ്യുന്നതാകാം, ഡിബഞ്ചേഴ്സോ ബോൺസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പറോ. ഇതെല്ലാം ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഫോറിൻ എൻട്രി നടത്തുവാണ്. അല്ലെങ്കിൽ ഷെയർസിലാകാം. ഷെയർസിൽ എന്ന് പറയുമ്പോൾ 50% കൂടുതലാകാൻ പാടില്ല. കൺട്രോളബിൾ ഷെയർസിലല്ല, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത 50% അല്ല കേട്ടോ ക്രൈറ്റീരിയ. FDIയും FPIയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 50% അല്ല. ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. കൺട്രോളിങ് സ്റ്റേക്ക് വരരുത്. അത് 15% എന്നാണ് RBI പറയുന്നത്. സോ 15% താഴെയാണ് നമ്മൾ മറ്റൊരു ഫോറിൻ കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്നതെങ്കിൽ അതിനെ നമ്മൾ നോൺ കൺട്രോളിങ് ഷെയർസ് എന്ന് പറയും. നോൺ കൺട്രോളിങ്, അവിടെ നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല, ആ കമ്പനിയെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നമുക്കില്ല. അതേസമയം അതിൽ കൂടുതലാണെങ്കിൽ FDI ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺട്രോളിങ് സ്റ്റേക്കാണ്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ എനിവേ കൺസെപ്റ്റ് ഇത്ര മാത്രമാണ്, ജസ്റ്റ് ഓർക്കുക. FDI അല്ലാതെ കമ്പനിയുടെ ഷെയർസിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തുകൊണ്ടോ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വഴിയോ അല്ലെങ്കിൽ ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ
ഫോറിൻ മാർക്കറ്റിൽ സെല് ചെയ്തുകൊണ്ടോ ബൈ ചെയ്തുകൊണ്ടോ ഒക്കെ ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യുവാണെങ്കിൽ അതിനെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാം. ഓക്കെ, സോ foreign portfolio investment, investees make decisions to acquire securities or invest money abroad for several reasons. അതിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഫോറിൻ എൻട്രിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ടു ഡൈവേഴ്സ് ദെയർ പോർട്ട്ഫോളിയോ എമംഗ് മാർക്കറ്റ് ആൻഡ് ലൊക്കേഷൻ. നമ്മളിപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ മാത്രം നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഷെയറിനകത്ത് വാല്യൂ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഫോറിൻ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. അത്തരത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത്. ടു അച്ചീവ് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ, ദെൻ ടു അവോയ്ഡ് പൊളിറ്റിക്കൽ റിസ്ക് ബൈ ടേക്കിംഗ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട് ഓഫ് ദി കൺട്രി. പൊളിറ്റിക്കൽ റിസ്ക് കുറയ്ക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക, ആ രീതിയിൽ. ടു സ്പെക്കുലേറ്റ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇതൊന്നും കൂടാതെ സ്പെക്കുലേറ്റ് ചെയ്ത് ബെനിഫിറ്റ് നേടിയെടുക്കുക. അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടി ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാറുണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാറുണ്ട്. ഓക്കെ, സോ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് ബ്രീഫ്ലി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ എവരിത്തിങ്. ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണോ ഇപ്പോൾ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ലെക്ചറിൽ നമ്മൾ ഫോറിൻ അടുത്ത ലെക്ചറിൽ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലേക്കൊക്കെ പോവുകയാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ലെക്ചറിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു മെറ്റീരിയലും അതേപോലെ ഒരു MCQ ഞാൻ ഷെയർ ചെയ്ത് തരാം, ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു, ബൈ. നോട്ട്സും ഞാൻ അയച്ചു തരാം, മെറ്റീരിയൽ ഞാൻ അയച്ചു തരാം.